ഹലോ, ഇന്നൊരു സിമ്പിളായിട്ടുള്ള മാങ്ങ അച്ചാർ റെസിപ്പി കണ്ടാലോ? ആദ്യമായി പാൻ എടുത്ത് എണ്ണയൊഴിച്ച് എണ്ണ ചൂടാവുന്നതിന് മുന്നേ ഞാൻ കടുക് അങ്ങിട്ടെ. പിന്നെ കുറച്ചുകൂടി എണ്ണ ചൂടാവാൻ വേണ്ടി തീ കൂട്ടി വെച്ച്, എന്നിട്ട് കടുക് പൊട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച്. അപ്പോഴേക്കും കടുകൊക്കെ പെട്ടെന്ന് പൊട്ടി വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഒന്ന് ക്രഷ് ചെയ്ത് എൻ്റെ ചെറുതായിട്ടൊന്ന് അരഞ്ഞു പോയേ, അത് ഈ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് വാടി വരണമേ. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കിനും ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ചായി വരണേ. അപ്പോഴേക്കും അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കണേ. എന്നിട്ടൊന്ന് ആ പൊടിയെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വരണേ. മൂത്ത് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അതിനുശേഷം വിനാഗിരി, ഞാനിവിടെ കുറച്ച് മാത്രമേ വിനാഗിരി ചേർക്കുന്നുള്ളൂ. വിനാഗിരി മാക്സിമം ചേർക്കാത്തതാണ് നല്ലത്. വിനാഗിരി ലേശം ചേർത്ത് കൊടുത്തേ. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്. മാങ്ങ ഓൾറെഡി ഞാൻ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് അരപ്പിൽ കുറച്ച് ഉപ്പേ ചേർത്തുള്ളൂ. അതിനുശേഷം മാങ്ങയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തേ. ലേശം ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തേ. അപ്പം മാങ്ങാച്ചാറിൻ്റെ സ്വാദ് കൂടും. അവസാനമായിട്ട് ഉലുവയും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ മാങ്ങാച്ചാർ റെഡി. താങ്ക് യു.